ഞങ്ങൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ വ്ളോഗാണ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ചേർത്ത് ഇത് അവിടെ പൊളി കപ്പിൾ ആൻഡ് പൊളി ഫാമിലി ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് 2 ദിവസം അടിച്ച് പൊളിക്കാൻ പോകും. ഹായ് പറ, ഒരു ഹായ് പറ. അവരെ തൂങ്ങുന്ന മൂടിലെടുക്കാം, വണ്ടിയിലുണ്ട്. ഞങ്ങൾ ഇന്ന് റോഡിലെ സൈഡില് എന്ത് വാങ്ങിക്കാനാണ് നിർത്തിയിരിക്കണേ? ഞങ്ങള് കൂളല്ല, മറ്റേ സർബത്ത്. എന്ത് സർബത്തല്ലേ? നൊങ്ക് സർബത്ത്. നൊങ്ക് സർബത്ത് വാങ്ങിത്തരാൻ വേണ്ടി പ്രദീപ്. എനിക്കിഷ്ടമല്ല. ശരി, ട്രൈ പണി പാക്കണം. എനിക്ക് വേണ്ട, അത് പണ്ടേ എനിക്ക് നൊങ്ക് പിടിക്കില്ല. തമിഴ്നാട് വന്നാൽ ഇതൊക്കെ കഴിക്കണം. അതാണ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ, കേരളത്തിലിരിക്കുമ്പോൾ അതേ വെറൈറ്റി എല്ലാ സാധനവും എനിക്ക് വന്നിട്ട് പാവം. ശരി, പാക്കല അമ്മ റെഡി ആയിട്ടിരിക്കുകയാണ്. കൂള് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതെ അതെ. ഞങ്ങൾക്ക് ആ കൂള് കണ്ടപ്പോ പണ്ടേ ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങള് എല്ലാവരും കിട്ടുന്ന പോലെയുള്ള ഐറ്റം ഇവിടെ എങ്ങനെ ജ്യൂസ് അടിക്കുന്നത്. മഞ്ജുന് മുസംബി ഇഷ്ടമാണ്. മുസംബി ജ്യൂസ് എന്റെ പണ്ട് മുതൽ ഫേവറേറ്റ് ആണ്. പക്ഷെ എന്താണ് മുസംബി ജ്യൂസ് അടിച്ച അപ്പൊ തന്നെ കുടിക്കണം അല്ലേ? ഓറഞ്ച് പോലെ തന്നെ, ഇല്ലെങ്കിൽ ഭയങ്കര ഇതാവും. റെഡിയില്ല, അപ്പൊ തന്നെ കുടിക്കണം. ഇത് കണ്ട് ഇതേപോലെ നമ്മുടെ ഫ്രിഡ്ജില് നമ്മളിതിലല്ലേ മിക്സിയിട്ടല്ലേ അടിക്കുക. എങ്ങനെ ഞാൻ തണുപ്പുണ്ടാ? ഞങ്ങൾക്ക് ഇതാ കുടിക്കാൻ പോകണുള്ളൂ. അറക്കത്തിന് എന്താ വേണ്ടി? ജ്യൂസ് വേണോ? ജ്യൂസ് കൊണ്ടുവരണോ? കുഞ്ഞാ, എങ്ങനെയുണ്ട് റിസോർട്ട്? ബീച്ച് ഹൗസ് റിസോർട്ട്. ഇത് നോക്ക്, ഇത് ഫുൾ വില്ല. இந்த ஃபுல் வில்ல நம்மளோடது இன்னைக்கு. உனக்கு பிடிச்ச மாதிரி தான். அந்த சைடில் கடல் இருக்கு, ഇവിടെ പൂളുണ്ട്. எப்படி പൊളിക്കും പൊളിക്കും പൊളിക്കരി. എന്താ സ്നേഹ ஆஃப் பண்றா? ஸ்னேகா கம்ப்ளைண்ட். இங்க பாரு, ஸ்னேகா கம்ப்ளைண்ட் பாரு. நீங்க போயிட்டு உங்க மாமியார் கூட தூங்குங்க. என்ன கீழே ஒரு ரூம் தனியா இருக்கு, வேணும்னா அதுல போய் தங்கிங்க. ஸ்விம்மிங் பூல் வியூவோட இருக்கு அந்த ரூம். பைத்தியமாயிடுச்சுங்க. ஹாய், கெட் அவுட் கெட் அவுட் கெட் அவுட். போங்க போங்க போங்க, வெளியே போங்க வெளியே போங்க வெளியே போடா. ஒன்றும் மறக்கல. எங்க ரூம் எப்படி இருக்கு? அவங்க கூட முடியாதுன்றாங்க ஆண்டி. அவங்க மாமியார் கூடலாம் தங்க முடியாதான். ബൈ ബൈ. സ്വന്തങ്ങളെ, അപ്പൊ ഞങ്ങളിതാ റൂമിൽ വന്നു ചായയൊക്കെ ഫുഡ് കഴിഞ്ഞു, ചെറുതായിട്ടൊന്ന് റിലാക്സ് ആയി. അതിനുശേഷം ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പുറത്തിറങ്ങി. ഞങ്ങളുടെ കോസ്റ്റ്യൂം മെറ്റാനിറ്റി ഷൂട്ട് എടുക്കുന്നതുക്കാக പ്രദീപും പിന്നെല്ലാം ക്യാമറ എടുത്ത് ഞങ്ങൾ ക്യാമറ എടുത്ത് വന്നിരിക്കുന്ന ഇടം ബീച്ച് ഹൗസ് റിസോർട്ട് தான் நம்ம பக்கத்தில் தான்.
ഈ മെറ്റേണിറ്റി ഷൂട്ടിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇനി നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. இது பாருங்க இந்த மெட்டர்னிட்டி ஜோடிஸ் பண்றது பாருங்க அதா என்ன பாட்ட போடுறாங்க பாருங்க. இந்த ரெசார்ட்ல இப்படி ஒரு வியூ இருக்கறனால മെറ്റേണിറ്റി ഷൂട്ട് കഴിഞ്ഞു. ഇനി അടുത്ത കപ്പിൾസ് ഷൂട്ടാണ്. ഇനി എപ്പിടി ഇருக்கு കുഞ്ഞാ റിസോർട്ടൊക്കെ? റിസോർട്ട് ഒരു രക്ഷയില്ല, சூப்பரா இருக்கு ரிசோர்ட்டൊക്കെ. சூப்பர் ஆயிട്ടുണ്ട്. இதுதான் அவளோட முதல் சர்ப்ரைஸ். இன்னொரு சர்ப்ரைஸ் கூட இருக்கு, அவளுக்கு தெரியாது, அது நாளைக்கு. കുഞ്ഞാ எப்படி இருக்கு சர்ப்ரைஸ்? നല്ല സർപ്രൈസ് ആയിട്ടാ ഞാന്. இன்னொரு சர்ப்ரைஸ் கூட இருக்கு. ഇനി എന്താണ്? அதுதான் சர்ப்ரைஸ், அதுதான் மெயின் சர்ப்ரைஸ். அது உங்களுக்கு காமிக்கிறேன். அது இவளுக்கு கூட தெரியாது. അത് അതെന്താണപ്പോ? സർപ്രൈസ്നാ சொன்ன പോയില്ലേ? ശരി, ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ശരി നന്നായിട്ട് തന്നെ വന്നു. അപ്പൊ അതും നല്ല എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും. കണ്ടിപ്പാ അത് നീ എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ല, കാരണം അതുപോലെയാണ്. അതൊരു സർപ്രൈസ് ആണ്. സമയമില്ല, ഞങ്ങൾ ഷൂട്ട് എടുത്തിട്ട് കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ട്. ആ പണികളൊക്കെ തീർത്തിട്ട് അടുത്ത വീഡിയോസിൽ വരാം. ഇന്നയ്ക്ക് ഒരു പുടി ഇല്ല കുഞ്ഞാ. എന്താണ് സീ ഫുഡിന്റെ പേര്? ഓരോന്നായിട്ട് പറയുന്നോട്ടെ. കുഞ്ഞാ പ്രോൺസ്, ടൈഗർ പ്രോൺസ്, സ്ക്വിഡ്, നെക്സ്റ്റ് ഇത് ക്രാബ്. ഫുൾ ക്രാബാണ്, 5 പീസ് ആക്കിയിട്ടത്. ഇത് തന്നെ സ്ക്വിഡ്, സ്ക്വിഡ്, ഇത് ഫിഷ്, ഇത് ഫിഷ്. என்ன பண்ற? ഇറങ്ങ്, അവൻ കുഞ്ചവനൊന്ന് അണക്കി. യെസ്, ഡു ഇറ്റ്, ഡു ഇറ്റ്. இப்ப வந்து அரண் இப்ப விளையாண்டுட்டு இருக்கா, ஃபுல் த்ரில்லா இருக்கா. நடக்கிறது இங்க. ஆண்டி நீச்சல் தெரியாதா உங்களுக்கு? ஆண்டி உங்களுக்கு நீச்சல் தெரியாதா? வா, அரண் அம்மம்மா விட அரண். ஆண்டி நீச்சல் தெரியாதா உங்களுக்கு? அடிங்க ஆண்டி நீச்சல். எங்க அம்மா சூப்பரா அடிப்பாங்க நீச்சல். அந்த லாஸ்ட் போங்க ஆண்டி அடிச்சுன்னு. ஆண்டி இதே ஆழம் தான் எல்லா இடத்துலயும், பயப்பட தேவையில்ல. கலக்குங்க. காப்பாத்துறா உங்க தாய் உயிர் போயிட போகுது. ஓ மை காட், மறந்துச்சா நீச்சல்? என்ன ஆண்டி சொல்றீங்க? இறங்கிட்டாது ஒரு வழியா. மணியோ 11, இதுக்கு இல்லையா எண்டு? மணியோ 12, இதுக்கு இல்லையா எண்டு? ஸ்விம்மிங் கிளாஸ் டீச்சர் மாதிரி என்ன ஸ்விம்மிங் கத்துக்க சொல்லி மேலேயே தாவின்னு இருக்காரு. பாய்.